2020 സിന്ദാബാദ് 2020 സിന്ദാബാദ് 2020 സിന്ദാബാദ് 2020 സിന്ദാബാദ് കമ്പനി മാനേജ്മെന്റ് നീതി പാലിക്കുക കമ്പനി മാനേജ്മെന്റ് നീതി പാലിക്കുക കമ്പനി മാനേജ്മെന്റ് നീതി പാലിക്കുക കമ്പനി മാനേജ്മെന്റ് നീതി പാലിക്കുക പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കുന്നത് നിർത്തലാക്കുക പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കുന്നത് നിർത്തലാക്കുക വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പുനഃസ്ഥാപിക്കുക വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പുനഃസ്ഥാപിക്കുക പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുക പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുക കമ്പനി മാനേജ്മെന്റ് നീതി പാലിക്കുക കമ്പനി മാനേജ്മെന്റ് നീതി പാലിക്കുക ജയ് 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 2020 ജയ് 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 2020 എല്ലാവർക്കും നല്ല നമസ്കാരം. പുഴയിലേക്ക് രാസമാലിന്യം തള്ളുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം JFS മീഡിയ പുറത്തുവിട്ട വീഡിയോയെ തുടർന്ന് വീണ്ടും കമ്പനി പടിക്കൽ 2020 നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധമാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. 2020 പ്രവർത്തകർ ചേർന്ന് ഇവിടെ വളരെ ഈ വിഷയത്തിന് ഇവിടെ പുഴയിലേക്ക് രാസമാലിന്യങ്ങൾ തള്ളുന്നതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നായിട്ടുള്ള പ്രവർത്തകരാണ് ഈ കമ്പനി പടിക്കൽ എത്തിച്ചേർന്നിട്ടുള്ളത്. മേലൂരിൽ 2020 പ്രതിഷേധം. മേലൂർ പൂലാനി കൊമ്പൻപാറ തടയണയുടെ സമീപം പ്രവർത്തിക്കുന്ന ബിയർ കമ്പനിയിലെ രാസമാലിന്യങ്ങൾ രാത്രികാലങ്ങളിൽ ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കുന്നതിനെതിരെ ബിയർ കമ്പനി പടിക്കൽ 2020 പ്രതിഷേധം സംഘടിപ്പിച്ചു. ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് സണ്ണി ഗോപുരൻ, ജോണി വാളൂർ എന്നിവർ സംസാരിച്ചു. 2020 ചാലക്കുടി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ കോർഡിനേറ്റേഴ്സും പ്രവർത്തകരും പങ്കെടുത്തു. 2020യെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യവസായങ്ങൾക്കെതിരല്ല, ഒരിക്കലും ഞങ്ങൾ വ്യവസായ സൗഹൃദമായിട്ടുള്ള ഒരു പാർട്ടിയും കൂടിയാണ്. പക്ഷേ ഇത് ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളുള്ള വ്യവസായങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇവർ നിയമങ്ങൾ പാലിച്ച് ഇവരുടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉറപ്പായിട്ടും പുനഃസ്ഥാപിച്ചതിന് ശേഷം അതുവരെ അടച്ചിടാനാണ് 2020 ആഹ്വാനം ചെയ്യുന്നത്. ജലത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും യാതൊരുവിധ കൺട്രോളും കൂടാതെ ഈ ഫാക്ടറിയുടെ മലിനജലം പുഴയിലേക്ക് ഒഴുക്കുകയാണ്. ഇവിടെ ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നമ്മുടെ ചാലക്കുടി പുഴയിലെ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പുഴയാണ്. ആ പുഴയിലെ ജലം ഈ കമ്പനിയിലെ വേസ്റ്റ് വെള്ളം അങ്ങോട്ട് ഒഴുക്കി അതിനെ മലിനമാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ കമ്പനിക്കോ വ്യവസായത്തിനോ നമ്മളെതിരല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ നാട്ടിലുള്ള നല്ലവരായ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ഞങ്ങളുടെ പ്രതികരണം. ഫാക്ടറി ഇരിക്കുന്ന ഈ പ്രദേശത്തിനെ അതിൻ്റെ ഭാഗമായ പഞ്ചായത്തിലെ അധികൃതർ എന്തോ കണ്ടില്ല എന്ന് കണ്ണടച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പുഴയിലെ ജലം മലിനമാക്കുന്ന കാര്യത്തിൽ കണ്ണടച്ചുകൊണ്ട് ഒത്താശ ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് സർക്കാരിൻ്റെ ആളുകളും ഇതിൻ്റെ പൊള്യൂഷൻ കൺട്രോളിൻ്റെ ആളുകളുമെല്ലാം എന്തോ പരസ്യമായി പറയാതിരിക്കാൻ വയ്യ, പണത്തിനടിമപ്പെട്ട് ഇതിനെ ഒത്താശ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് എതിരെ നമുക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ പറ്റില്ല. കുടിവെള്ളം മുട്ടിക്കുന്ന അല്ലെങ്കിൽ വിഷം ലിപ്തമായ ആ വെള്ളം മറ്റുള്ളവരെ കൊണ്ട് കുടിപ്പിച്ച് ക്യാൻസർ അതുപോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെടുത്തുന്ന ഒരു പ്രവണതയ്ക്ക് ഇത് കാരണമാകുന്നു. ഇതിന് ഇതുവരെ ഇവിടെ ഇടത് വലത് സർക്കാരുകൾ ഒക്കെ ഭരണപക്ഷവും പ്രതിപക്ഷവുമായി ഒക്കെ ഉണ്ട്, പ്രതികരിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. എന്നാൽ ഞങ്ങൾ പറയുന്നു, ഇതിന് ഒരു ശക്തമായ നടപടി, ഈ ഫാക്ടറി നിർത്താനോ അതൊന്നും അല്ല ആവശ്യം. ഇവിടെ കൃത്യമായി പൊള്യൂഷൻ കൺട്രോള് ബോർഡ് അവരുടെ കടമ ആ പരിശോധനകളെല്ലാം വേണ്ട വിധത്തിൽ നടത്തി ഇവിടെയുള്ള ജനങ്ങളുടെ ആ കുടിവെള്ളം മലിനമാക്കുന്ന ഈ പ്രക്രിയ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നിയമ നടപടിയിലൂടെയാണെങ്കിലും പ്രതിഷേധ സമരങ്ങളിലൂടെയാണെങ്കിലും ഈ പ്രതിഷേധത്തിൻ്റെ തുടർച്ചയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ജയ് ജയ് 2020 ജയ് ജയ് 2020 ജയ് ജയ് 2020 ജയ് ജയ് 2020 പഞ്ചായത്തിന്റെ അധികൃതർ നീതി പാലിക്കുക, പഞ്ചായത്തിന്റെ അധികൃതർ നീതി പാലിക്കുക, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നീതി പാലിക്കുക,
പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവരുടെ കടമ കൃത്യമായി പൂർത്തീകരിക്കുക. നമ്മുടെ ലക്ഷ്യം നാടിന്റെ നന്മ നമ്മുടെ ലക്ഷ്യം. നാടിന്റെ നന്മ നമ്മുടെ ലക്ഷ്യം. നാടിന്റെ നന്മ നമ്മുടെ ലക്ഷ്യം. 2020 സിന്ദാബാദ്. 2020 സിന്ദാബാദ്. ഈ കമ്പനിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടിലെ വീട്ടമ്മമാരാണ്. ഇവർ ഈ പുഴയിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ പറ്റി ജെഫേസ്മിയോട് സംസാരിക്കുകയാണ്. നമുക്കറിയാം, ഇത്തരം മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഭീകരമാണ്. ഒട്ടേറെ കുടിവെള്ള പദ്ധതികളൊക്കെ തന്നെ ഇവിടെ താഴെ പ്രവർത്തിക്കുന്ന ഒരുപാട് കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേര് കുളിക്കുന്ന ഒരു പുഴയാണ്. അപ്പോൾ ഈ വീട്ടമ്മമാർക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. ചേച്ചി, ഈ പുഴയിലൊക്കെ എങ്ങനെയാണ് കുളിക്കുമ്പോൾ എന്താണ് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടോ? വേറെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ തോന്നുന്നത്? ഞങ്ങളിപ്പോൾ അങ്ങനെ പുഴയിലേക്ക് അങ്ങനെ പോകുന്ന ആൾക്കാരല്ല. എന്നാലും എല്ലാവരും പറയുന്നുണ്ട് ചൊറിച്ചിലും ഉള്ള ഇതാണ് പറയുന്നുണ്ട്, വേസ്റ്റ് കളിയുണ്ട്. എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ടോ പുഴയിൽ പോകുമ്പോൾ? ചൊറിച്ചിൽ കുളി കഴിഞ്ഞ് വരുമ്പോൾ നല്ല ചൊറിച്ചിലുണ്ടാവും. ഇവിടെ ഈ പുഴയിലാണോ കുളിക്കാറ്?